ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കൃപയും സമാധാനവും എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ഈ തിരുമണിക്കൂറിൽ ധ്യാനിക്കുന്നതിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായി പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് തളർന്നു കിടക്കുന്നവര്, പെട്ടെന്നുള്ള അപകടത്തിൽപ്പെട്ട് തളർന്നവര്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് വീണ് തളർന്നു കിടക്കുന്ന മക്കൾ, അവർക്ക് വേണ്ടിയാണ് ഈ സന്ദേശം സൃഷ്ടി കാഴ്ചവെക്കുന്നത്. വിശ്വാസത്തോടും ഭക്തിയോടും ഉറച്ച ശരണത്തോടും കൂടെ നിങ്ങളിത് ശ്രവിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് സിസ്റ്റർ പല ധ്യാന കേന്ദ്രത്തിലും സന്ദേശത്തിനായിട്ട് അല്ലെങ്കിൽ ഈ വചനം അഭിഷേകത്തോടെ സിസ്റ്റർ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകത്തോടെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന മക്കൾക്ക് അവരുടെ രോഗങ്ങൾ വിട്ടുപോകുന്നതും തളർന്ന ഭാഗങ്ങൾ സുഖം പ്രാപിക്കുന്നതും സിസ്റ്റർ കണ്ടിട്ടുണ്ട്. കെയ്റോസ് എന്ന മാഗസിനിലെ ഈ അത്ഭുതം, സിസ്റ്ററിൽ നടന്ന ഈ അത്ഭുതം സിസ്റ്റർ ഒരു ലേഖനമായിട്ട് എഴുതിയപ്പോൾ വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് അത് വായിച്ച മക്കൾ പലരും അവർക്കത് അത്ഭുതകരമായി പരിശുദ്ധ അമ്മ ഇടപെട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഭിഷേക മണിക്കൂറായിട്ട് നമുക്ക് ഈ നിമിഷങ്ങളെ കാണാം. അഭിഷേകത്തോടെ നമുക്കിത് ശ്രവിക്കാം. പരിശുദ്ധ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മ നമ്മുടെ സ്വന്തം അമ്മയാണ്, നമ്മുടെ കൂടെ നടക്കുന്ന അമ്മയാണ്. അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ സിസ്റ്ററുടെ ജീവിതത്തിൽ അമ്മ ഇടപെട്ട, അല്ലെങ്കിൽ സിസ്റ്ററുടെ ഈ പേര് തന്നെ, കാർമൽ എന്ന പേര് തന്നെ അമ്മ നൽകിയതാണ്. അങ്ങനെ അമ്മയുടെ ഒരു മരിയ സാക്ഷിയായിട്ട് സിസ്റ്ററിനെ ഉയർത്തിയതാണ് ഈ സന്ദേശത്തിൽ സിസ്റ്റർ പങ്കുവയ്ക്കുവാൻ ഇഷ്ടപ്പെടുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ സിസ്റ്റർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു തിരുവചനമാണ് ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതുപോലെ അമ്മയോട് മാലാഖ പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 1:38. ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ തിരുവചനങ്ങളുടെ അഭിഷേകം നിങ്ങൾ എല്ലാവരുടെയും മേലും പതിക്കട്ടെ, അഭിഷേകമായി തീരട്ടെ, നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ എന്ന് ഒരു നിമിഷം സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ അത്ഭുതത്തിലേക്ക് പ്രവേശിക്കാം. സിസ്റ്റർ ഉടുപ്പ് കർമ്മല വസ്ത്രം സ്വീകരിക്കുന്നതിന് മുൻപ് റീജൻസി കാലത്ത് ഈ വസ്ത്രം CMC കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ, കർമ്മല സഭയിലെ ഒരു അംഗമാണ് ഞാൻ. നിങ്ങൾക്കറിയാം, സിസ്റ്റർ കാർമൽ എന്നാണ് എൻ്റെ പേര്. ഈ പേര് സ്വീകരിച്ചത് പരിശുദ്ധ അമ്മ തന്ന പേരാണ്. അത്ഭുതകരമായൊരു ഇടപെടലിലൂടെ, അതായത് ഈ ഉടുപ്പ് സ്വീകരിക്കുവാനായിട്ട് 2 മാസം ബാക്കി നിൽക്കെ ഞങ്ങളുടെ തന്നെ ഒരു കോൺവെന്റില് ഞങ്ങൾ എല്ലാവരും വളരെ തീക്ഷ്ണതയോടെ ഈശോയുടെ മണവാട്ടിയാകാനുള്ള എല്ലാ ഒരുക്കങ്ങളും, അപ്പൊ വെള്ള സാരിയൊക്കെ ഉടുത്ത് ബാഹ്യലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പരിപൂർണ മൗനം പാലിച്ച് ദേവാലയത്തിൽ തന്നെ കഴിഞ്ഞുകൂടി എന്ന് വേണം നമുക്ക് പറയാൻ. അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മഠത്തിലെ പ്രായമായ സിസ്റ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ മഠത്തിന്റെ പ്രത്യേകത, ഞങ്ങളുടെ ആ കോൺവെന്റിന്റെ പഴയ കോൺവെന്റാണ്, നല്ല ഉയരത്തിലുള്ള തട്ടുകളാണ്. അപ്പോൾ പ്രധാന ഒരു മുറിയുടെ, എല്ലാവരും ഞങ്ങൾ സമ്മേളിക്കുന്ന ഒരു പ്രധാന മുറിയുണ്ട്. ആ മുറിയുടെ തട്ടിന്റെ പ്രത്യേകത, വലിയ ഉയരത്തിലുള്ള മരത്തിന്റെ അഴികൾ കാണാതിരിക്കുന്നതിന് വേണ്ടി കടലാസ് കനത്തിനുള്ള ആസ്പെറ്റോസ് വിരിച്ചിട്ടുണ്ട്, ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പൊ സിസ്റ്റേഴ്സ് എല്ലാം വരാന്തയിലൂടെ ഈ തട്ടിലേക്ക് കയറി അവിടെ പല സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് മരത്തിന്റെ അഴിയുമേ നിന്നിട്ടാണ് അവരത് എടുക്കാറ്. ആസ്പെറ്റോസ് ഭംഗിക്ക് വേണ്ടി താഴെ നിന്ന് നോക്കുമ്പോൾ ഭംഗിക്ക് വേണ്ടി വിരിച്ചിട്ടുള്ളതാണ്, ഈ മരത്തിന്റെ അഴി കാണാതിരിക്കാൻ. ഒരു ദിവസം കുർബാന കഴിഞ്ഞ ശേഷം ഒരു പ്രായമായ 80 വയസ്സായ ഒരു സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, മുകളിൽ പോയി ആ തട്ടില് ഒരു വലിയ സ്കെയിലുണ്ട്, റോഡ് നീളത്തിലുള്ള ഒരു സ്കെയിൽ, വളരെ ലോങ് സ്കെയിൽ, അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ട വശം
വളരെ തീക്ഷ്ണതയാണ് ആ കാലഘട്ടത്തില്. ഓടി ഈ വരാന്തയിൽ നിന്ന് മരത്തിന്റെ ഈ തട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. തട്ടിലേക്ക് കടക്കുകയാണ്. കടന്നിട്ട് ഞാൻ നിൽക്കുന്നത് യാതൊരു ഫലവിചാരവുമില്ല. ഞാൻ നിൽക്കുന്നത് ഈ ആസ്പെറ്റോസ്മയാണ് ചവിട്ടി നിൽക്കുന്നത്. കടലാസ് കനത്തിൽ ഭംഗിക്ക് വേണ്ടി വിരിച്ച ആസ്പെറ്റോസ് ആണ്. ആ ഭാഗം മുഴുവനും ആസ്പെറ്റോസ് പൊളിഞ്ഞ് ഞാനും ഇതാ ഇത്രയും ഉയരത്തിലുള്ള തട്ട് പൊളിഞ്ഞ് താഴേക്ക് നിലം പതിക്കുകയാണ്. ആ സമയത്ത് ഈ മുറിയുടെ മധ്യഭാഗത്ത്, ചുമരിൽ മധ്യഭാഗത്തായിട്ട് കർമ്മലമ്മ ബ്രൗൺ ഉടുപ്പിട്ട് കാപ്പയിട്ട് ഉണ്ണിയേശുവിനെ കയ്യിൽ വഹിച്ചുകൊണ്ടുള്ള വലിയ ഒരു ചില്ലിട്ട രൂപം അമ്മയുടെ ഈ ഭിത്തിയിൽ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ രൂപം. അപ്പൊ ഞാൻ ഇങ്ങനെ ആ നടുഭിത്തിയുടെ മുന്നിലൂടെയാണ് വരുന്നത്. കർമ്മല അമ്മയുടെ ഈ ചില്ലിട്ട രൂപത്തിൽ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചതും ചില്ല് ആ ആണിയിൽ നിന്ന് ഇങ്ങനെ രൂപം ആടിക്കൊണ്ടിരുന്നു. പക്ഷെ അത് നിലത്ത് വീണ് എൻ്റെ മേത്ത് ചില്ല് പതിക്കെ ഒന്നും ചെയ്തില്ല. ആണിയിൽ തന്നെ ഇത് ആടിക്കൊണ്ടിരുന്നു. ആ രൂപം താഴെയുള്ള ആണികളിൽ നിന്ന് രൂപത്തിന്റെ അടി വിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു ഈ ചുമരുമ തന്നെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് നിലം പതിച്ചു. അത്ഭുതമൊന്നും അവിടെ നടന്നില്ല. നിലം പതിച്ച് അവിടെ എത്തി. ഒരു 2-3 മണിക്കൂർ സമയത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ടായില്ല. അപ്പൊ തന്നെ അവര് ഒരു വണ്ടിയിലാക്കി എന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞാൻ ഡോക്ടർ പരിശോധിച്ചു. 3 മണിക്കൂറോളം എനിക്ക് ഓർമ്മ വന്നില്ല. അപ്പൊ ഡോക്ടർ ഇവരെ എൻ്റെ വീട്ടുകാര്, എൻ്റെ കോൺവെന്റിലെ സിസ്റ്റേഴ്സ്, അടുത്തുള്ള മടക്കാര്, അന്ന് കുർബാന കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജനങ്ങള് ഒക്കെ ഓടിക്കൂടിയുണ്ട് ആശുപത്രിയിൽ. അപ്പൊ അവരോടെല്ലാം പറഞ്ഞു, ഒന്നുകിൽ നിലത്ത് ഇത്രയും ഉയരത്തിൽ നിന്ന് വീണത് കൊണ്ട്, തല വന്ന് നിലത്തടിച്ചത് കൊണ്ട് ബ്രെയിന് തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് പൊട്ടി ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഇത്രയും മണിക്കൂർ 3 മണിക്കൂറോളം ഓർമ്മ കിട്ടാത്തത്. എപ്പോൾ കണ്ണു തുറക്കുന്നുവോ അപ്പോൾ ഡോക്ടറെ വന്ന് വിളിക്കണമെന്ന് അവർക്കൊരു വാർണിംഗ് കൊടുത്തുകൊണ്ട് ഡോക്ടറെല്ലാം പോയി. 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നപ്പോൾ കാണുന്ന കാഴ്ച, എൻ്റെ വീട്ടുകാര്, സഹോദരങ്ങള്, അപ്പൻ, അമ്മ എല്ലാവരും ചുറ്റും നിൽക്കുന്നുണ്ട്. അമ്മയും സഹോദരങ്ങളും നല്ല കരച്ചിലാണ്. എൻ്റെ കോൺവെന്റിലെ മദർ, അതുപോലെ സിസ്റ്റേഴ്സും എനിക്കറിയുന്നുണ്ട്. കാരണം അടുത്ത മാസം ഉടുപ്പിടാനുള്ള ഒരു നോവിസാണ് ഇങ്ങനെ വീണ് തകർന്നു കിടക്കുന്നത്. ചുറ്റും മറ്റു മടക്കാരുണ്ട്. അതിന് പലരും വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരും കരയുകയാണ്. പെട്ടെന്ന് തന്നെ നേഴ്സ് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കുട്ടി പേടിക്കണ്ട, ഒന്ന് മെല്ലെ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഈ ആശുപത്രിയിലെ ഒരു മേശയിൽ എന്നെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വീണ കാര്യമൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ എൻ്റെ ബാച്ചുകാരൊക്കെ ഉടുപ്പിടാൻ തീക്ഷ്ണമായിട്ട് ഞങ്ങള് ഇൻവിറ്റേഷൻ അടിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്കെല്ലാം പേര് കിട്ടി. എനിക്ക് ഞങ്ങളെ നോക്കുന്ന സിസ്റ്ററാണ് പേര് തരുന്നത്. പിന്നെ നമ്മൾ ഇഷ്ടമുള്ള പേരുകൾ എടുക്കാം. ഇപ്പോൾ നമ്മൾ ആധാർ കാർഡിലുള്ള പേരുകൾ തന്നെയാണ് എടുക്കുന്നത്, വീണ്ടും അത് മാറേണ്ടി വരുന്നത് കൊണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ, എൻ്റെ പേരൊക്കെ എനിക്ക് മിസ്ട്രസ്, ഞങ്ങളെ നോക്കുന്ന ഗുരുത്തി അമ്മ എന്ന് പറയും, തന്നിട്ടുണ്ട്. സ്റ്റാർ മരിയ, സമുദ്ര നക്ഷത്രം, മാതാവിന്റെ തന്നെ പേര്. അപ്പൊ ഇൻവിറ്റേഷനൊക്കെ അപ്പനോട് പറഞ്ഞ് അതിന്റെ ഫോമൊക്കെ കൊടുത്ത് അവര് അതൊക്കെ മോഡലൊക്കെ കൊടുത്ത് അവർ അതടിച്ചു തുടങ്ങി. ഒരു വിവാഹ ആഘോഷത്തിന്റെ തിരക്കാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ. പന്തലൊക്കെ കെട്ടുന്നുണ്ട്, ക്ഷണിക്കാനായി ഓടി നടക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വീട്ടിലെ മൂത്തതായതുകൊണ്ട് ഇതിന് ഒരുപാട് സന്തോഷം ഇരട്ടിക്കും. ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു ആഘോഷം നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു, വീണിരിക്കുകയാണ്, മെല്ലെ ഒന്ന് എഴുന്നേറ്റിരിക്കെ, പിന്നെ ആരെങ്കിലും കൈ പിടിച്ച് മെല്ലെ ഈ വാർഡിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് മെല്ലെ അടി വെച്ച് നടക്കാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വലിയൊരു അപകടത്തിൽ ഞാൻ പെട്ടിരിക്കുകയാണ്. ഞാനൊരു വിളിയാണ്, കർമ്മല അമ്മേ, അമ്മേ, മാതാവേ, അമ്മയുടെ തിരുക്കുമാരനെ മണവാട്ടിയാകുവാനായിട്ട് എനിക്ക് മാത്രം സാധിക്കയില്ലേ? ഞാൻ തളർന്ന് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരുമോ? എന്നെ ഇവര് വീട്ടിലേക്ക് വിടുമോ? ഇങ്ങനെയുള്ള വളരെ അസ്വസ്ഥതകളിൽപ്പെട്ട് എനിക്ക് തെളിയിച്ചു കൊടുക്കണം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അമ്മേ എന്നൊരൊറ്റ വിളിയാണ്. പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ കൈയൊന്നും പിടിക്കണ്ട, ഞാൻ തനിച്ച് നടന്നോളാം എന്ന് പറഞ്ഞ് വാർഡിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ നടക്കുകയല്ല, ഞാൻ ഓടുകയായിരുന്നു. എൻ്റെ അമ്മ, എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കരം പിടിച്ച ഒരു അനുഭവം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, ഞാൻ തെളിയിക്കുകയാണ് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതം നടന്നത്, ഞാൻ ആ അമ്മയുടെ ചില്ലിട്ട രൂപത്തിന്റെ മുൻപിൽ അമ്മേ എന്ന് വിളിച്ച് പിടിച്ചത് ഓർക്കുന്നുണ്ട്. അവിടെ വെച്ച് എൻ്റെ തല താഴെ വന്ന് അടിച്ച് ഞാൻ വീഴുന്നതിന് പകരം അമ്മ എന്നെ അവിടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എൻ്റെ 2 കാലും കുത്തിയിട്ടാണ് ഞാൻ താഴെ നിലം പതിച്ചത്. അതുകൊണ്ട് ഞാൻ വാർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ മറ്റൊരിടത്തും എനിക്ക് വേദനയില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ 2 കാലിന്റെയും അടിഭാഗം സൂചി തറയ്ക്കുന്ന പോലെ
എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, സിവിയർ പെയിൻ. ഞാൻ പെട്ടെന്ന് തന്നെ വാർഡിന്റെ നടുക്കില് ഇരുന്നു പോയി. അത്രയും വേദനയാണ്. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായി എനിക്ക് ഒന്നും മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. കാലിന്റെ പാദങ്ങൾ മാത്രം തറഞ്ഞു വീണത് കൊണ്ട് ആ കാലാണ് ആദ്യം കുത്തി വീണത്. അതുകൊണ്ട് തലയ്ക്കൊക്കെ സംഭവിക്കാനുള്ളത് കാലിനാണ് പറ്റിയിരിക്കുന്നത്. എക്സ്റേ ഒക്കെ എടുത്ത് ഒന്നും പറ്റിയിട്ടില്ല. 2 കാലും ക്രേപ്പ് ബാൻഡേജ് ചെയ്ത് എന്നെ മഠത്തിലെ താഴത്തെ മുറിയിലെ 2 ആഴ്ച വിശ്രമം നടക്കൊന്നും ചെയ്യരുത്. ഈ കുട്ടിക്ക് ഉടുപ്പ് കൊടുക്കണം. വെസ്റ്റീഷന് ഷീസ് ഓൾ റൈറ്റ് എന്നുള്ള പോലെ ഡോക്ടർ എല്ലാവരോടും പറഞ്ഞു. അത് വലിയൊരു അത്ഭുതമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു ഇടപെടലായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഞാൻ താഴെ മുറിയിൽ റെസ്റ്റ് ചെയ്യുന്നു. അമ്മമാരെ സിസ്റ്റേഴ്സ് എല്ലാം ഒത്തിരി സ്നേഹിച്ച അനുഭവമായിരുന്നു. എപ്പോഴും അവർ എൻ്റെ അടുത്തൊരു വിസിൽ വെച്ചിരുന്നു. എനിക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും വിസിൽ വിളിച്ചാൽ അവരെല്ലാം ഓടി വരും. ഞാൻ എപ്പോഴും വിസിൽ വിളിക്കുമായിരുന്നു. കാരണം എന്നെ വീട്ടിലേക്ക് തിരിച്ചു വിടുമോ, ഇവര് വിവരങ്ങളൊന്നും ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നോട് പറയാതിരിക്കുന്നതാണോ എന്നൊക്കെ ഭയങ്കര സംശയമായിരുന്നു. എൻ്റെ ബാച്ചുകാരെല്ലാം തീഷ്ണതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കാലും വെച്ച് എൻ്റെ ബെഡിലിരുന്ന് ഞാൻ അതിതീഷ്ണതയോടെ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഞാൻ ഇവിടെ പല സിസ്റ്റേഴ്സും കാണാൻ വന്നു. തൊട്ടടുത്ത് പല കോൺഗ്രിഗേഷനും ഉണ്ട് അവിടെയൊക്കെ അടുത്തടുത്ത്. അവരൊക്കെ കാണാൻ വന്നിട്ട് അവരെല്ലാം പറഞ്ഞു, ഇത്രയും ഉയരത്തിൽ നിന്ന് ഈ തട്ട് പൊളിഞ്ഞ് വീണിട്ട് ഈ കൊച്ചിന് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ഇത് പരിശുദ്ധ കർമ്മല അമ്മ ഇത് അനുഗ്രഹിച്ചു തന്നെ, ഇത് അത്ഭുതം തന്നെ. പലരും ഉരുവിടുന്നു, ഇത് അത്ഭുതം തന്നെ. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ദൈവമേ, പരിശുദ്ധ കർമ്മല അമ്മ എന്നെ രക്ഷിച്ചതാണ്. എനിക്ക് ആ അമ്മയുടെ നാമം എടുക്കണം. ശക്തമായ ഒരു പ്രചോദനം. പല പ്രായം ചെന്ന സിസ്റ്റേഴ്സിനോട് ഞാൻ ചോദിച്ചു, ഈ കർമ്മല മാതാവിനോട് ചേർന്ന ഒരു പേര്. ഇപ്പൊ നമ്മൾ ഒരു പേരെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോ ലിറ്റിൽ മരിയ എന്ന പേരെടുത്ത വേറൊരാൾ മരിയ എന്ന പേരെടുത്ത മറ്റൊരാള് ലിറ്റിൽ മരിയ എന്നെടുക്കാം. അങ്ങനെ ഈ കർമ്മല മാതാവിനോട് ചേർന്ന കാർമൽ, അങ്ങനെ പേര് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സിസ്റ്റേഴ്സ് അവര് പോയി പരിശോധിച്ച് അവര് വന്ന് എന്നോട് പറഞ്ഞു, കൊച്ചേ, കാർമൽ എന്ന പേര് 20 വർഷം മുൻപ് കാർമൽ എന്ന പേരുള്ള നമ്മുടെ തൃശൂർ നിർമ്മല പ്രോവിൻസിലെ സിസ്റ്റർ കാർമൽ വയറ്റിൽ ക്യാൻസർ മൂലം 20 വർഷം മുൻപ് മരിച്ചുപോയി. ആ 20 വർഷത്തിന് അതിനുശേഷം ഇന്ന് 20 വർഷം തികയുന്നത് വരെ ഈ പേര് ആരും എടുത്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ അധികാരികളെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പേര് സ്റ്റാർ മരിയ എന്നല്ല, എനിക്ക് ജീവിതകാലം മുഴുവനും അമ്മയുടെ സാക്ഷിയാകണം, മരിയ സാക്ഷിയാകണം. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ നാമം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടണം. അമ്മയാണ് എന്നെ രക്ഷിച്ചത്, അമ്മയാണ് എനിക്ക് ഇടപെട്ടത്, അമ്മയാണ് എനിക്ക് പേര് തന്നത്, പേര് പോലും അമ്മ തരുന്നു. അതുകൊണ്ട് എൻ്റെ പേര് കാർമൽ അതായിരിക്കണം. അധികാരികളോടെല്ലാം ഞാൻ പറഞ്ഞു. അപ്പൊ അവരെല്ലാം പറഞ്ഞു, ഇൻവിറ്റേഷനൊക്കെ അടിച്ചു തുടങ്ങി. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, എൻ്റെ പേര് സ്റ്റാർ മരിയ എന്നല്ല, എനിക്ക് കാർമൽ എന്ന പേരാണ്, പരിശുദ്ധ അമ്മ നൽകിയ നാമമാണ്. 20 വർഷം അമ്മ ഈ പൊന്നോമന മകൾക്ക് വേണ്ടി അമ്മ കാത്തുവെച്ച ആ നാമം കാർമൽ, ആ കാർമൽ എന്ന നാമം തന്നെ എനിക്ക് തരണം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ നാമം തന്നെ എൻ്റെ അപ്പൻ ഇൻവിറ്റേഷനൊക്കെ മാറ്റി സ്റ്റാർ മരിയ എന്ന സമുദ്ര നക്ഷത്രം അമ്മയുടെ നാമം തന്നെ. പക്ഷേ കർമ്മല മാതാവാണ് എന്നെ രക്ഷിച്ചത്. ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും വർഷം എനിക്ക് വേണ്ടി അമ്മ ആ നാമം കാത്തു സൂക്ഷിച്ചുവെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും അമ്മ കണ്ണിലുണ്ണി പോലെ പൊന്നോമന മക്കളായിട്ട് അമ്മയുടെ മടിയിലിരുത്തി ആ മാതൃവാത്സല്യം നുകർന്നുകൊണ്ട് ഈശോയെ വളർത്തിയതുപോലെ നമ്മയും വളർത്തുന്നുണ്ട്. അമ്മ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട്. സഹനത്തിന്റെ അമ്മയാണ്, സഹരക്ഷകയാണ് അമ്മ. അമ്മ സഹിച്ച പോലെ ആരും സഹിച്ചിട്ടില്ല. കന്യകയായിരിക്കുമ്പോൾ തന്നെ ഈശോയുടെ ജനനത്തിന്റെ മംഗളവാർത്ത, ജനിക്കുമ്പോഴുള്ള അവിടുത്തെ അരക്ഷിത അവസ്ഥ, അതിനുശേഷം ഈജിപ്തിലേക്കുള്ള പലായനം, ഇങ്ങനെ അമ്മയുടെ ജീവിതത്തിലുടനീളം അമ്മ സഹനപുത്രിയായിരുന്നു, അതേസമയം വാഗ്ദാന പുത്രിയായിരുന്നു, ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായിരുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു, കന്യകയായിരുന്നു, നിർമ്മലയായിരുന്നു, നന്മ നിറഞ്ഞവളായിരുന്നു, ഉത്ഭവപാപമില്ലാത്ത അമലോൽപയായിരുന്നു. ഈ അമ്മയോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടച്ച് ഭക്തിപൂർവ്വം ഇത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ സ്നേഹം അഭിഷേകമായി ആഞ്ഞു പതിക്കുന്നതും വലിയ സൗഖ്യത്തിന്റെ വിടുതൽ നൽകുന്നതും ബന്ധനങ്ങൾ അഴിയുന്നത് സിസ്റ്റിന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.